പാപം ചെയ്യുമ്പോഴാണ് കൃപ നഷ്ടമാകുക എന്ന്. എന്നാൽ നേരെ തിരിച്ചാണ് യാഥാർത്ഥ്യം. കൃപ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വ്യക്തി പാപത്തിലേക്ക് നീങ്ങുക. അതായത് എന്താണ് ദൈവത്തെ കൃപ എന്ന് പറഞ്ഞാൽ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ വിശ്വാസികളായ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവന്റെ പ്രാപവപൂർണമായ അപരിമേയമായ ശക്തിയുടെ ഒഴുക്ക്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാണ് കൃപ എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ ശക്തിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി ദൈവം നമുക്ക് നൽകി. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, വെളിച്ചമാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ ദൈവിക ജ്ഞാനമാണ്, ദൈവിക വെളിച്ചമാണ്, ദൈവിക ശക്തിയാണ്. അപ്പോൾ ഈ ദൈവിക ജ്ഞാനവും ദൈവിക വെളിച്ചവും ദൈവിക ശക്തിയും ഉള്ള ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ വെറുക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തോടെ ഞാൻ ഇവിടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ധാരാളം നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആശുപത്രിയിലായിരിക്കുന്ന നിമിഷത്തിൽ ഒരു തുള്ളൽപ്പനി പിടിച്ച ഒരു വ്യക്തിയെ, ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണ്. ആ വ്യക്തിയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ കൈകാലിട്ട് വിറപ്പിക്കും. നേഴ്സിനോടും ഡോക്ടേഴ്സിനോടൊക്കെ മോശമായി ചിലപ്പോൾ പെരുമാറിയെന്നിരിക്കും, അവിടെ വെച്ച് ഛർദ്ദിച്ചെന്നിരിക്കും, ചിലപ്പോൾ വഴക്കൂടിയെന്നൊക്കെ ഇരിക്കും. എന്നാൽ സാധാരണ രീതിയിൽ ഒരു നേഴ്സും ഒരു ഡോക്ടറും ഈ തുള്ളൽപ്പനി പിടിച്ച ഈ വ്യക്തിയെ ഒരിക്കലും ഉപദ്രവിക്കാറില്ല, തിരിച്ചു പറയാറില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വ്യക്തി ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്? ഈ വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി പവറിൽ എന്തോ കുറവ് സംഭവിച്ചിരിക്കുന്നു. ഈ വ്യക്തിക്ക് രോഗം ബാധിച്ചിരിക്കുന്നു. രോഗത്തിന്റെ ലക്ഷണമാണ് ഈ മനുഷ്യ വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ആത്മീയമായിട്ട് സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി പവർ, ആത്മീയ പ്രതിരോധ ശക്തി, ദൈവകൃപ, ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ മൃഗത്തിന്റെ രീതിയിൽ പെരുമാറും. അതുകൊണ്ടാണ് എഫെസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തില് 17-ാമത്തെ വചനത്തില് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹൃദയം മരവിച്ച അവര് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എല്ലാവിധത്തിലുള്ള തിന്മകളിലും മനുഷ്യൻ ആവേശത്തോടെ മുഴുകി. അതായത് മനുഷ്യ വ്യക്തിയുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ, മനുഷ്യന്റെ മെയിൻ സ്വിച്ച് എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയാണ്, മനുഷ്യന്റെ യുക്തിയാണ്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചു കഴിഞ്ഞാൽ മനുഷ്യ വ്യക്തി എല്ലാ തിന്മകളിലും ആവേശത്തോടെ മുഴുകും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 73-ാം സങ്കീർത്തനം 21-22 വചനങ്ങളിൽ സങ്കീർത്തകരുടെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ അജ്ഞനും മൂഢനുമായി തീർന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാനൊരു മൃഗത്തെ പോലെ പെരുമാറി. സങ്കീർത്തകൻ പറയുകയാണ്, ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൃഗത്തെ പോലെ പെരുമാറിയെന്ന്. നമ്മളൊക്കെ അനുദിനം പത്രങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു സംഭവങ്ങളുണ്ട്. ഈ ആനയെ കൊണ്ട് നടക്കുന്ന ആനപ്പാപ്പാന്മാര്. ഈ ആനപ്പാപ്പാന്മാർ ഈ ആനയെ തന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കും. അവർ ഏതെങ്കിലും ഒരു കടയിൽ പോയി അല്പം വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ആനയ്ക്ക് പഴം മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിക്കൊണ്ടു പോരുന്ന ഈ ആനയ്ക്ക് ഒരു നിമിഷത്തിൽ ഭ്രാന്തളകി കഴിയുമ്പോൾ ഇത്രയും നാള് തനിക്ക് ചോറ് തന്ന, പഴം വാങ്ങിച്ചു തന്ന, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നെ കൂടെ കൊണ്ട് നടന്ന പാപ്പാന്റെ ഒരു കാലിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് മറ്റേ കാലിങ്ങനെ വലിച്ചു കീറുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറ്റു ചില അവസരങ്ങളിൽ ഈ പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയെടുത്തിട്ട് തെങ്ങിനിട്ടും കവിനിട്ടും അടിച്ച് ഈ പാപ്പാന്റെ തലച്ചോറ് തെറിപ്പിച്ചിട്ട് നിൽക്കുന്ന ആനയെ കാണുന്നു. ഞാൻ മൃഗത്തെ പോലെ പെരുമാറി. ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ മനുഷ്യരൊക്കെ ഇത് ചെയ്യും. നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, എത്രയോ നല്ല സ്നേഹമുള്ള വ്യക്തികളായിരുന്നു ആ ഭാര്യയും ഭർത്താവ്, എന്ത് സ്നേഹമുള്ളവരായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഭർത്താവ് ആ ഭാര്യയോട് ഇങ്ങനെ ചെയ്തത്? ആ മനുഷ്യന് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു? വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അതായത് ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ, മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞാൽ മനുഷ്യൻ മൃഗത്തെ പോലെ തന്നെ പെരുമാറും. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിലൂടെ കേൾക്കുന്നു, സ്വന്തം പിഞ്ചു കുഞ്ഞിനെ മാതാപിതാക്കൾ നശിപ്പിക്കുന്നു, സ്വന്തം അപ്പൻ മക്കളെ നശിപ്പിക്കുന്നു, സ്വന്തം മാതാപിതാക്കൾ തന്നെ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും? മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചാൽ ഇത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവമായ കർത്താവ് നമുക്ക് വചനത്തിലുള്ള വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച മനുഷ്യൻ ഹൃദയത്തിൽ അജ്ഞത ബാധിച്ച് ഹൃദയം കഠിനമായി എല്ലാ തിന്മകളിലും ആവേശത്തോടെ മുഴുകി. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനായെന്ന് ചോദിച്ചാൽ, കൃപയില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. സഹജീവി എന്ന് പറയുന്നത് എനിക്ക് ചവിട്ടിക്കയറാനുള്ള ഗോവണിയായിട്ട് പലരും കാണുന്നതിന്റെ കാരണം, അതായത് നമുക്ക് ഈ ദൈവിക ജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഒരു ഭർത്താവ് തന്റെ ജീവിത പങ്കാളിയെ മർദ്ദിക്കുന്നത്? ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ
പരിശുദ്ധമായ ദൈവാലയത്തിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ ബൈബിളിൽ തൊട്ട് ഈ ഭാര്യയും ഭർത്താവും സത്യം ചെയ്തതാണ്, ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഒന്നുപോലെ ജീവിച്ചു കൊള്ളാമെന്ന് നിറ കണ്ണുകളോടുകൂടി വിറയ്ക്കുന്ന കൈകളോടുകൂടി തിരുവചനത്തെ സത്യം ചെയ്ത ഈ മനുഷ്യൻ അടുത്ത ദിവസം എന്തുകൊണ്ടാണ് സ്വന്തം ജീവിത പങ്കാളിക്ക് നേരെ കൈ ഉയർത്തുന്നത്? ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചു. എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി എന്റെ ദൈവം നൽകിയതാണ് എന്റെ ജീവിത പങ്കാളി. എനിക്കിഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ള വ്യക്തിയല്ല. എനിക്ക് ഈ വ്യക്തിയോട് ചില ഉത്തരവാദിത്തമുണ്ട്, ചില കടമകളുണ്ട്. ഇതെന്റെ ഭാര്യയാണ്. എന്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ ദൈവം എനിക്ക് സ്നേഹിക്കാൻ തന്ന വ്യക്തിയാണ്. ഈ പരിശുദ്ധമായ ദൗത്യം ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചാൽ, കൃപ നഷ്ടമായി കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യും, സ്വന്തം ജീവിത പങ്കാളിക്ക് നേരെ കൈ ഉയർത്തും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ കാണുന്നുണ്ട്, കായൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ പാപത്തിലായിരുന്നു, കൃപയിലല്ലായിരുന്നു എന്നാണ് വചനം പറയുക. അവിടെ അവൻ പറഞ്ഞെന്താണ്? ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ? കൃപ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ആദ്യത്തെ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപ എന്ന് പറയുന്ന ദൈവിക ജ്ഞാനം, ദൈവിക വെളിച്ചം, ദൈവിക ശക്തി. മനോഹരമായി ഈ ആലയത്തിൽ ഇപ്പോൾ വെളിച്ചം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അടുത്തിരിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, എങ്ങോട്ട് ഇറങ്ങിപ്പോകണമെന്ന് നമുക്ക് അറിയത്തില്ല, ഏത് വഴിയിലേക്ക് പോകണമെന്ന് നമുക്കറിയില്ല, കാരണം വെളിച്ചമില്ല. ഇതുപോലെ മനുഷ്യ ഹൃദയത്തിലും മനുഷ്യബുദ്ധിയിലും അന്ധകാരം നിറഞ്ഞു കഴിയുമ്പോൾ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് മനുഷ്യൻ പലപ്പോഴും പ്രതികാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പലവിധത്തിലും പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയൊക്കെ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് പ്രതികാര കഥകൾ. അന്ധകാരം നിറഞ്ഞ മനുഷ്യൻ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ മനുഷ്യന്റെ ആദ്യത്തെ ലക്ഷണമാണ് പ്രതികാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക. മക്കളോട്, സഹജീവികളോട്, സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപയില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. അപ്പൊ ഗ്രേസ്ലെസ് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. കൃപയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടു, ദൈവിക വെളിച്ചം നഷ്ടപ്പെട്ടു, ദൈവിക ശക്തി നഷ്ടപ്പെട്ട മനുഷ്യൻ മൃഗത്തിന്റെ തലത്തിലേക്ക് ഒഴുകി നീങ്ങുകയാണ്. അങ്ങയുടെ സന്നിധി ഞാൻ മൃഗത്തെ പോലെ പെരുമാറി എന്ന് സങ്കീർത്തകൻ പറയുന്ന അനുഭവത്തിലേക്ക് മനുഷ്യ വ്യക്തികൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയല്ല, മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുക? പലരും ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. ഈ ഇരിക്കുന്നവരൊക്കെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ ചില സന്ദർഭത്തിൽ വേദനയോടുകൂടി ചോദിച്ചിട്ടുണ്ട്, എന്നെ ഈ വിധത്തിൽ ഉപദ്രവിച്ച ഈ വ്യക്തിയോട് എനിക്കെങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? എനിക്കങ്ങനെ ഈ വ്യക്തിയുടെ ഇത്രമാത്രം എന്നെ കണ്ണുനീര് കുടിപ്പിച്ച, എനിക്ക് ഇത്രമാത്രം നഷ്ടങ്ങൾ സമ്മാനിച്ച എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്കെങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? ചിലപ്പോൾ ചിലർ പറയും, സാരമില്ല, നീ ഇതൊക്കെ അങ്ങ് മറന്നേക്കാൻ പറയും. കാര്യസാധ്യത്തിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് മറന്നു വെക്കാൻ സാധിക്കും. ഇതുകൊണ്ടൊന്നും അത് ക്ഷമയായി തീരുന്നില്ല. നമുക്ക് ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട്, സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് വിരോധം വെച്ച് പുലർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന മനുഷ്യരുണ്ട്, ചതിച്ചുകൊണ്ട് ചിരിക്കുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന്. ഞാൻ പറയുന്ന വാക്കുകൾ, എൻ്റെ സംസാര രീതികൾ, എൻ്റെ പെരുമാറ്റ രീതികൾ, എന്നെയും ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഇത്രമാത്രം വേദനയും വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്നറിഞ്ഞാൽ നമ്മളാരും പറയില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ നല്ല മനുഷ്യരാണ്. നമ്മളാരും മറ്റൊരാൾ നശിക്കണമെന്ന് സാധാരണ രീതിയിൽ മനുഷ്യർ ആഗ്രഹിക്കാറില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, നേട്ടത്തിൽ നോട്ടം വെച്ചുകൊണ്ട് നമ്മൾ ചില ഓട്ടങ്ങൾ ഓടും. ഈ ഓട്ടത്തിൽ ഭാര്യയെന്നോ ഭർത്താവെന്നോ മക്കളെന്നോ പരിഗണന കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ നമ്മുടേതായ വഴികളിലേക്ക് പോകും. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ ഇത്രമാത്രം വേദനിപ്പിക്കുമെന്നറിഞ്ഞാൽ നമ്മൾ ആരും മറ്റുള്ളവരോട് ആ വിധത്തിൽ പെരുമാറുകയില്ല. അതുകൊണ്ട് ക്ഷമിക്കുവാൻ എന്തിരിക്കുന്നു? നിന്റെ സാഹചര്യത്തിലൂടെയാണ് ഞാനും വളർന്നു പോന്നിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെയൊരു സാഹചര്യത്തിൽ നീ ചെയ്ത അതേ പ്രവൃത്തി തന്നെ ഞാനും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ക്ഷമിക്കുവാൻ എന്തിരിക്കുന്നു? 10,000 താലന്ത് ദൈവം നമുക്ക് ഇളച്ചു തന്നതുകൊണ്ട് 10 താലന്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇളച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഔദാര്യമൊന്നുമല്ല, കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്നത് ഔദാര്യമല്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ ക്ഷമ ഈ ഭൂമിയിൽ ഒരു തുള്ളി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അവശേഷിച്ചിരിക്കുന്ന ഒരു തുള്ളിയാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും.
ദൈവത്തിന്റെ കാരുണ്യം, ദൈവത്തിന്റെ ക്ഷമയുടെ അവസാനത്തെ തുള്ളിയാണ് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമെങ്കിൽ 10,000 താലന്ത് ഇളച്ചു കിട്ടപ്പെട്ട ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെയെങ്കിൽ സഹജീവിയോട് 10 താലന്ത് ഇളച്ചു കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഔദാര്യമല്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പലപ്പോഴും പലരും പറയുന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായി, എനിക്ക് ആ വ്യക്തിയോട് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല, മരിച്ചാലും ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കില്ല എന്ന് പറയുന്നുണ്ട്. അവരൊക്കെ ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 34-ാം സങ്കീർത്തനം 5-ാം വചനം മനസ്സിൽ ഒരിക്കൽ കൂടി ഉരുവിടുക. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി. 3 വർഷം കൂടെ കൊണ്ടുവന്ന ശിഷ്യന്മാർ കൂടെയില്ല. ആയിരക്കണക്കിന് മനുഷ്യർക്ക് വിശന്നപ്പോൾ അപ്പം കൊടുത്തവർ ആരുമില്ല. താൻ ഉയർപ്പിച്ച ലാസർ പോലും കുരിശിന്റെ ചുവട്ടിൽ യേശുവിന്റെ കൂടെയില്ല. അങ്ങനെ സർവ്വരാലും പരിത്യക്തനായി, പിതാവേ, നീ പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു നിമിഷത്തിൽ നിന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. BC അവസാന കാലഘട്ടത്തിലും AD ആദ്യത്തിലും ജീവിച്ച റോമിലെ പ്രസിദ്ധനായ ഒരു പ്രസംഗകനായിരുന്നു സിസറോ. അദ്ദേഹത്തിന്റെ ദേ ഒഫീച്ചി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഈശോ മിശിഹായുടെ വീടാനുഭവത്തെ പറ്റി പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതായത് സാധാരണ രീതിയിൽ കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് കുരിശിൽ തറയ്ക്കുന്നതെങ്കിൽ, കുരിശിൽ തറയ്ക്കുന്ന ആ വ്യക്തിയുടെ നാവ് മുറിച്ച ശേഷം മാത്രമേ അവർ കുരിശിൽ തറയ്ക്കത്തുള്ളൂ. കാരണം എന്തായെന്ന് ചോദിച്ചാൽ, കുരിശിൽ തറച്ചു കഴിഞ്ഞാൽ ഏകദേശം 5-6 മണിക്കൂറുകൾ എടുക്കും ഈ വ്യക്തി മരിക്കാൻ. അതുകൊണ്ട് ഈ കുരിശിൽ കിടന്നുകൊണ്ട് രക്തവും ജലവും എല്ലാം വാർന്നൊഴുകിപ്പോയി മരിക്കുന്ന ആ വേദനയുടെ നിമിഷത്തിൽ സാധാരണ രീതിയിൽ എല്ലാ വ്യക്തികളും തെറിയും ചീത്തയും വിളിച്ചു പറയും. അതുകൊണ്ട് ഈശോ മിശിഹായെയും കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് ഈശോ മിശിഹായുടെ നാവ് മുറിച്ചു കളയണമെന്ന് കയ്യേഫാസ് വാദിച്ചു എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ കയ്യേഫാസ് വാദിച്ചു, ഈശോ മിശിഹായുടെ നാവ് മുറിച്ചു കളയണം, അല്ലെങ്കിൽ ഇവൻ മരക്കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളെ തെറിയും ചീത്തയും വിളിച്ചു പറയും, നമ്മുടെ സകല കാര്യങ്ങൾ ഇവൻ വിളിച്ചു പറയും, നമുക്ക് നാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അങ്ങനെ കയ്യേഫാസ് വാദിച്ചു എന്നാണ് പറയുക. അപ്പോൾ അന്നാസ് പറഞ്ഞു, മരുമകനോട് പറഞ്ഞു, നിനക്ക് പ്രായോഗിക ബുദ്ധിയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം യേശുവിന്റെ നാവ് മുറിച്ച് നമ്മൾ അവനെ കുരിശിൽ തറച്ചു കഴിഞ്ഞാൽ അവനെ നമ്മൾ നിശബ്ദനാക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവന്റെ നാവ് മുറിക്കാതെ തന്നെ അവനെ നമ്മൾ കുരിശിൽ തറയ്ക്കും. അങ്ങനെ കുരിശിൽ തറച്ചു കിടന്നുകൊണ്ട് നമ്മൾ അവനെ പരിഹസിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ അവൻ നമ്മെ എല്ലാം ചീത്ത പറയും. അപ്പോൾ ഇത്രയും കാലം അവൻ എന്താ പറഞ്ഞുകൊണ്ട് നടന്നത്? പരസ്പരം ക്ഷമിക്കണം, ഒരു കവളത്തടിച്ചാൽ മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം, 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവരുടെ കൂടി 2 മൈൽ ദൂരം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഇവൻ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ഇവന്റെ തനി സ്വഭാവം മനസ്സിലാക്കും. ഒരു പ്രായോഗിക മനഃശാസ്ത്ര രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഈശോ മിശിഹായെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ വന്നിട്ട്, അല്ലെങ്കിൽ ചിലൊക്കെ വന്നിട്ട് അവനെ കളിയാക്കുന്നുണ്ട്. നീ മറ്റുള്ള ഈശോയുടെ കുരിശിന്റെ ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ പോലും ഈശോയെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചല്ലോ, ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് വെല്ലുവിളിക്കുന്ന, വേദനിക്കുന്ന മനുഷ്യന് വെള്ളം കോരിക്കൊടുക്കാതെ, തൊണ്ട വരണ്ട മനുഷ്യനോട് ഇത്തിരി വെള്ളം പോലും കോരിക്കൊടുക്കാതെ പരിഹസിക്കുന്ന മനുഷ്യ ക്രൂരതയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഏതൊരു ശിലാകൃതയെയും പിടിച്ചു കുലുക്കുന്ന യേശുവിന്റെ മരണമന്ത്രമാണ്. തന്നെ വേദനിപ്പിച്ചവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ഒരു മനുഷ്യ വ്യക്തിയോട് ഇത്രമാത്രം ക്രൂരത ചെയ്യാൻ സാധാരണ രീതിയിൽ വ്യക്തിക്ക് പറ്റില്ല. കൃപ നഷ്ടപ്പെട്ട മനുഷ്യര്, ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച മനുഷ്യര് ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് യേശു മനസ്സിലാക്കുന്നു. വിവരക്കേട് കാണിക്കുന്നവരുടെ വിവരക്കേട് മനസ്സിലാക്കാനുള്ള വിവരം, അതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്ഷമയുടെ കാതല്. എന്റെ ജീവിത പങ്കാളി വളർന്നു വന്ന സാഹചര്യം ഇതാണ്. ഒരു ഭർത്താവിന്, ഒരു ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഭർത്താവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് 2 കഥകളുടെ കൂമ്പാരമാണ്. ഒന്ന് ഒരു വ്യക്തിയുടെ ലിവ്ഡ് സ്റ്റോറി എന്ന് പറയും, അല്ലെ ജീവിത കഥ. ആ മനുഷ്യൻ ജീവിച്ച ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടോ അവിടുന്നെല്ലാം ആ മനുഷ്യൻ വലിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് നമ്മുടെ ഹേഡ് സ്റ്റോറി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥകൾ, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചത്, നമുക്ക് കിട്ടിയ പരിശീലന വഴികൾ. അങ്ങനെ ഈ 2 കഥകൾ കൂടിയാണ് നമ്മൾ ഇന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്നലെ രാത്രി കൊണ്ടൊന്നും അല്ല ആരുടെയും സ്വഭാവം രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും എത്ര വയസ്സുണ്ടോ അതിനേക്കാൾ 1 വയസ്സുകൂടെ പഴക്കമുണ്ട് നമ്മുടെ ഓരോരുത്തരെയും കഥകൾക്ക്. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ ഇന്ന് വരെ നമ്മളിവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ എവിടെയെല്ലാം നമ്മളെ തുറന്നു വെച്ചിട്ടുണ്ടോ അവിടുന്ന്